അടൂർ നഗരസഭ 8ാം വാർഡ് UDF സ്ഥാനാർത്ഥി ഫെനി നയനാന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പൂട്ടി. രാഹുൽ മാങ്കുടത്തിലിനെതിരെ ഉയർന്ന പുതിയ പീഡന പരാതിയിൽ ഫെനിയുടെ പേരും പുറത്തു വന്നതോടെയാണ് ഓഫീസ് പൂട്ടിയത്. സുജു ടി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. സുജു, ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ഈ രാഹുൽ മാങ്കുടത്തിലിന്റെ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമ്പോൾ അതിന് എല്ലാ പിന്തുണയും നൽകിയത് ഫെനി നയനാനാണ് എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണോ നടപടി? തീർച്ചയായിട്ടും ഈ സാഹചര്യത്തിൽ തന്നെയാണ് നടപടി എന്നാണ് നമ്മൾ കരുതുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഫെനി നയനാൻ എന്ന പേര് ഇപ്പോൾ വാർത്തകൾ ഇടം പിടിക്കുന്ന നിരന്തരം രാഹുൽ മാങ്കൂട്ടത്തുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് തന്നെയാണ് കൃത്യം ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ അന്ന് ഫെനി നയനാന്റെ പേര് ഉയർന്നു വന്നിരുന്നു. പിന്നാലെ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിനെ അന്വേഷിച്ച് തിരുവനന്തപുരത്തെത്തിയ SIT ഫെനിയുടെ വീട്ടിലെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ഫെനി നയനാൻ പോലീസ് സ്റ്റേഷനിലെത്തി കുത്തിരിപ്പ് സമരമൊക്കെ നടത്തിയിരുന്നു. എന്നിരുന്നാൽ പോലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുഴുകി നിൽക്കുമ്പോഴാണ് ഫെനി അടൂർ നഗരസഭയിലെ 8ാം വാർഡിൽ UDF സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഫെനി നയനാൻ അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് രാഹുലിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിലൊക്കെ പലപ്പോഴും പ്രതിപട്ടികയിലോ അല്ലെങ്കിൽ പ്രതിയാക്കപ്പെടുന്ന സാഹചര്യമൊക്കെ ഉള്ള നേതാവ് കൂടിയാണ് ഫെനി നയനാൻ. അതൊന്നും വകവെക്കാതെയാണ് രാഹുലിനെതിരെ നടപടി സ്വീകരിച്ചു എന്ന കോൺഗ്രസ് ആവർത്തിക്കുമ്പോഴാണ് ഫെനി നയനാനെതിരെ നടപടി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ നഗരസഭയിലെ 8ാം വാർഡ് സ്ഥാനാർത്ഥിയാക്കി മാറ്റുകയും ചെയ്തു. UDFന്റെ 8ാം വാർഡ് സ്ഥാനാർത്ഥിയാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ പുതിയ വിവാദം വരുന്നത്, പുതിയ വാർത്തകൾ വരുന്നത്, പുതിയ പരാതി വരുന്നത്. ആ പരാതി പോലീസിനോട് കൈമാറി എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഫെനി നയനാന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ഫോണിൽ ലഭ്യമാകുന്നില്ല. ആദ്യഘട്ടത്തിൽ പ്രതികരണത്തിനായി ആരായുമ്പോൾ അദ്ദേഹം ഫോൺ ബെല്ലടിക്കുകയും അദ്ദേഹം പ്രതികരണം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഫോണിൽ ലഭ്യമാകുന്നില്ല. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസും പൂട്ടിയ നിലയിലാണ് അസിത. സുജു, അതായത് കഴിഞ്ഞ ദിവസം സുജു പറഞ്ഞതുപോലെ അന്വേഷണ സംഘം ഫെനിയെ തേടി എത്തിയതിന് പിന്നാലെ ഫെനി വലിയ പ്രതിഷേധമൊക്കെ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ പുതിയ പരാതിയിലും ഫെനിയുടെ പേര് വരികയാണ്. സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ സ്ഥാനാർത്ഥി നിലവിൽ പ്രചാരണ രംഗത്തൊന്നും ഇല്ലേ? സ്ഥാനാർത്ഥി ഇന്ന് ഉച്ചവരെ സജീവമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ പോലീസ് അന്വേഷിച്ചെത്തിയപ്പോൾ താൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലായിരുന്നത് കൊണ്ട് വീട്ടിലെത്തിയ പോലീസ് തന്റെ കുടുംബാംഗങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു ഫെനി നയനാൻ അവകാശപ്പെട്ടത്. അതിനടിസ്ഥാനത്തിൽ പ്രചരണം നടത്തിയത്. ഇതിൽ അത്യന്തം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ ആദ്യം ഉയർന്നു വന്ന പേരാണ് ഫെനി നയനാൻ. രാഹുലിന്റെ ഉറ്റ അനുയായിയാണ് ഫെനി നയനാൻ. എപ്പോഴും നമുക്കറിയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വീട്ടിൽ കഴിഞ്ഞ സമയത്തൊക്കെ ഫെനി നയനാൻ അവിടെ ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാൾക്ക് നഗരസഭാ സീറ്റ് വിവാദങ്ങൾക്കിടയിലും കോൺഗ്രസ് കൊടുക്കുമ്പോൾ രാഹുലിന്റെ കൂടെ നിൽക്കുന്നവരെയും കോൺഗ്രസ് ചേർത്ത് പിടിക്കുക എന്ന സന്ദേശം തന്നെയാണിത് നൽകുന്നത്. സംസ്ഥാനത്ത് ഗത്യന്തരമില്ലാതെ രാഹുലിനെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് പാലക്കാട് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാഹുൽ പ്രചരണത്തിലിറങ്ങിയതും കണ്ടതാണ്. അങ്ങനെ രാഹുലിന്റെ ഒപ്പം നിൽക്കുന്ന ആളുകളെയും കോൺഗ്രസ് തള്ളിപ്പറയുന്നില്ലതിന്റെ ഏറ്റവും വലിയ തെളിവും സൂചന തന്നെയാണ് ഈ ഫെനി നയനാന് കൊടുത്ത വിവാദങ്ങൾക്കിടെ കൊടുത്ത സ്ഥാനാർത്ഥിത്വം എന്നും ശ്രദ്ധേയമാണ്. എന്തായാലും ഇപ്പോൾ ഫെനി നയനാൻ ഒളിവിൽ പോയി നമ്മളിപ്പോൾ പറയുന്നില്ല. ഒരുപക്ഷെ ഒളിവിലേക്കാകാം ഒരുപക്ഷെ കടക്കുന്നത്. എന്തായാലും സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പൂട്ടിയിരിക്കുകയാണ്. ഇതോടെ കോൺഗ്രസ് പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ആ വാർഡിലെ കോൺഗ്രസ് മാത്രമല്ല ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പോലും പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണ്. കാരണം ഇനി എന്ത് ഉത്തരം പറയും? ഫെനിനകത്ത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും ആ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ഒളിവിലേക്ക് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കിടക്കും. ഇപ്പോൾ നമ്മൾ ആ ഒളിവിൽ പോയി എന്ന തരത്തിൽ വാർത്ത കൊടുക്കുന്നത് ശരിയുമല്ല, അങ്ങനെ പറയുന്നതുമില്ല. എന്നാലും അത്തരം കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അസിത. ശരി, സുജു ടി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.